ഹോർമുസിൽ ട്രംപിനെ തിരുത്തി ഗൾഫ് രാജ്യങ്ങൾ ചുങ്കം പിരിക്കാനുള്ള തീരുമാനം പിൻവലിച്ചു. അമേരിക്ക തീരുമാനിച്ചിരുന്നത് ഹോർമുസ് കടക്കുന്ന കപ്പലുകളിൽ നിന്ന് 20% ഫീസ് ഈടാക്കാൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം. ഇറാനിൽ ആക്രമണം തുടർന്ന് അമേരിക്ക സമാധാന കരാറിൽ നിന്ന് പിന്മാറുന്നത് ആലോചിച്ച് ഇറാൻ. പ്രതിഷേധത്തിൽ ഉരുകി പാകിസ്ഥാൻ സർക്കാർ. പാക് അധീന കശ്മീരിൽ സംഘർഷം രൂക്ഷം. 8 പ്രതിഷേധക്കാരെ പാക് സൈന്യം വെടിവെച്ചു കൊന്നു. സൈന്യത്തിന്റെ ക്രൂരത. മുസാഫറാബാദിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് നടക്കാനിരിക്കെ റാവൽകോട്ടിലും കോട്ലിയിലും മിർപൂരിലും പ്രതിഷേധം ശക്തം. സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ച ബലൂചിസ്ഥാൻ സ്വന്തം പതാകയും ദേശീയ ഗാനവും പ്രഖ്യാപിച്ചു. ബഹിരാകാശത്ത് ആദ്യമായി മലയാളി എത്തി. ഒറ്റപ്പാലത്തുകാരൻ അനിൽ മേനോനും 2 റഷ്യക്കാരും സോയൂസ് MS-29 പേടകത്തിൽ ലക്ഷ്യം കുറിച്ചത് ഇന്ന് പുലർച്ചെ. അടുത്ത വർഷം ഏപ്രിൽ വരെ 3 പേരും ബഹിരാകാശത്ത്. ബൈക്കോണർ കോസ്മോഡ്രോമിൽ നിന്ന് കുതിച്ചുയർന്ന പേടകം ബഹിരാകാശ കേന്ദ്രത്തിലെത്തിയത് 3.5 മണിക്കൂർ കൊണ്ട്. ബ്രിട്ടീഷ് നിർമ്മിത സ്കോച്ചിനും കാറുകൾക്കും ഇന്നു മുതൽ വില കുറയും. ഇന്ത്യ-UK വ്യാപാര കരാർ പ്രാബല്യത്തിൽ. മറ്റുൽപ്പന്നങ്ങൾക്ക് ഘട്ടം ഘട്ടമായി വില കുറയും. ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തീരുവയില്ലാതെ ബ്രിട്ടീഷ് വിപണിയിലേക്ക്. ഫ്രാൻസിനെ വീഴ്ത്തി സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. ജയം മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക്. സ്പെയിൻ ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത് 2ാം തവണ. ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ. നെന്മാറ ഇരട്ടക്കൊലയിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ ചെന്താമരയുടെ ശിക്ഷ എന്തെന്ന് ഇന്നറിയാം. വധശിക്ഷ ലഭിക്കാൻ സാധ്യതകളേറെ. ശിക്ഷ വിധിക്കുന്നത് രാവിലെ 11:30 കോടതിയിലെ അക്ഷോഭ്യമായ മറുപടികളിൽ ചെന്താമരയുടെ ക്രൂര മനസ്സിന് മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് വ്യക്തം. പരമാവധി ശിക്ഷ തന്നെ വിധിക്കുമെന്ന പ്രതീക്ഷയിൽ ചെന്താമര കൊലപ്പെടുത്തിയ സുധാകരന്റെ മകൾ. ലഹരിക്കെതിരെ ആഭ്യന്തരമന്ത്രി തുടക്കമിട്ട മഹാദൗത്യവുമായി രമേശ് ചെന്നിത്തല തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുമായി ഇന്നുച്ചയ്ക്ക് കൂടിക്കാഴ്ച. ദൗത്യത്തിന് തമിഴ്നാടിന്റെ പിന്തുണ തേടും. അന്തർ സംസ്ഥാന തലത്തിലെ ലഹരി വഴികൾ അടയ്ക്കുക രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മരിച്ച കൊട്ടാരക്കരക്കാരായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന്. പൊതുദർശനം രാവിലെ 10-ന്. സംസ്കാരം ഉച്ച കഴിഞ്ഞ്. വിക്ടറി തോമസിന്റെയും ഭാര്യ ലൗനിയുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചത് ഇന്നലെ. ഇടുക്കി പൂപ്പാറയിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിക്കൽ. തിരിച്ചുപിടിച്ചത് മുള്ളന്തണ്ടിലെ ഭൂമി. കെട്ടിയ ഷെഡും നട്ടുവളർത്തിയ ഏലച്ചെടികളും നീക്കം ചെയ്തു. റവന്യൂ നടപടി കൈവശാവകാശ രേഖയുണ്ടെന്ന കയ്യേറ്റക്കാരുടെ വാദം പൂർണ്ണമായും തള്ളിക്കൊണ്ട്.